എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Nine of Swords, Ten of Wands, Judgment energy, Queen of Pentacles, Ace of Pentacles, and Four of Cups. ആദ്യം തന്നെ 9 ഓഫ് സോഴ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം തുടങ്ങുന്നത് കുറച്ച് അലച്ചിലും സംഘർഷങ്ങളും ആയിരിക്കും. കഴിഞ്ഞ മാസത്തിൻ്റെ ഹാങ് ഓവർ എന്നൊക്കെ നമ്മൾ പറയില്ല, അത് ബാക്കി കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മാസം തുടക്കത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് വളരെ പോസിറ്റീവായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ആ ഒരു പോസിറ്റീവായിട്ട് ഇരിക്കുന്നില്ല എങ്കിൽ സാഹചര്യം കൊണ്ട് പല സാഹചര്യത്തെയും നമ്മൾ കാണുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ സ്ട്രെസ്സ്, ആങ്സൈറ്റി ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ ഡിപ്രഷൻ പോലെയുള്ള രീതിയിൽ ഒരു ഡിപ്രസീവായിട്ടുള്ള ഫീലിങ്ങിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുക. നിങ്ങൾ ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എഴുത്തും വായനയും അതുപോലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനിയപ്പോൾ അതല്ല എങ്കിൽ പോലും ജേർണലിംഗ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡയറി വയ്ക്കുകയും എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ എന്തെങ്കിലും, അല്ലെങ്കിൽ വൈകുന്നേരമാണെങ്കിൽ അന്നേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഒരു പേജിൽ എഴുതുക. എല്ലാ ദിവസവും അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അത് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരോട് സംസാരിക്കുക. നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള ആളുകൾ. പിന്നെ ഇവിടെ പ്രത്യേക ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, സംഘർഷങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ അത് ആരോടാണ് സംസാരിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിച്ചിട്ട് എല്ലാവരോടും തുറന്ന് സംസാരിക്കാതിരിക്കാം. അഥവാ അങ്ങനെ സംസാരിക്കണമെങ്കിൽ വളരെ അടുപ്പമുള്ള ആളുകളോട് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് തുറന്ന് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ പല ചെറിയ രീതിയിലുള്ള ആശ്വാസം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സൊല്യൂഷൻസും കിട്ടിയേക്കാം ചിലപ്പോൾ നിങ്ങൾക്ക്. അതേപോലെ തന്നെ ചില ആളുകൾ കൺഫ്യൂഷൻ ഇവിടെ കാണിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തി എന്തോ ഒരു ടെൻഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് പലരെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടെ 10 ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ അഥവാ നിങ്ങളിനി എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ടെൻഷനാണെങ്കിൽ ചാൻസസ് ആർ വെരി ഹൈ നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ വിദേശത്തേക്ക് പോയി പഠിക്കാനുള്ള അവസരം, അതല്ല നിങ്ങൾ ചേക്കേറി പാർക്കുന്ന മറ്റൊരു രാജ്യത്തേക്ക് അവിടേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങളും മറ്റു ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ നല്ലൊരു നേതൃപാഠമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്വാളിറ്റി, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ഫോക്കസ് നമ്മൾ വളരെയധികം ലേസർ ഫോക്കസ്ഡ് ആണെന്ന് പറയും. നമ്മളറിയില്ലോ ലേസർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഇത് കട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അത്രയും ലേസർ ഫോക്കസ്ഡ് ആണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവും, നിങ്ങളത് നേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് അത്രയ്ക്കും, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. മറ്റുള്ളവർ ഭരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നതോ ഒക്കെ നിങ്ങൾക്ക് അത്ര രസിക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, രാജാക്കന്മാർ കിങ്സ് ഡോണ്ട് ടേക്ക് ഓർഡേഴ്സ് എന്ന് പറയുന്ന പോലെ ഒരു രാജാവാണ്, മറ്റുള്ളവർ എന്നെ ഓർഡർ ഇടാനായിട്ടില്ല എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഇത് ചില കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചൊരു മയപ്പെടുത്തുകയോ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിന്തിക്കുകയോ ചെയ്താൽ നമ്മളെല്ലായിടത്തും നമ്മൾ രാജാവായിരിക്കണമെന്നില്ല. അപ്പോൾ ചില പ്രദേശങ്ങൾ സാഹചര്യത്തിനൊത്ത് നിൽക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഈഗോ, സ്റ്റബേൺനെസ് ഒക്കെ മാറ്റി വെച്ചാൽ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച പോലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ,
യാത്രയാണ് പൊതുവെ കാണിക്കുന്നത്. പിന്നെ ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് സോളാണ് ഈ ഒരു എനർജി 9 ഓഫ് സോഡ്സ്. കാരണം ഒത്തിരി സംഘർഷങ്ങൾക്ക് കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള സംഘർഷവും ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ്. ഒന്ന്, നിങ്ങളുടെ ഉള്ളിൽ ഒരേ സമയം തന്നെ ആ ഒരു സൂര്യൻ്റെ സൺ എനർജി വളരെയധികം പ്രൗഢിയോട് കൂടിയിട്ട് നിൽക്കുന്നത് ഏറ്റവും ഒന്നാമതാണ് സൺ. ആ ഒരു ഇത് പറയുന്നത് നമ്പർ 1. അപ്പോൾ ഞാനാണ് ഏറ്റവും മുകളിൽ, ഞാൻ എല്ലാത്തിലും മുകളിൽ നിന്നുള്ളൊരു ഈഗോ, ആ ഒരു ഇതൊക്കെ വരാം. അതേസമയം തന്നെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് അടുക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് സ്പിരിച്വൽ സെൽഫ് റിയലൈസേഷൻ ആവാം, സ്പിരിച്വൽ അവെയർനെസ് ആവാം. അപ്പോൾ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ബുദ്ധൻ ഒരു ബോധോദയം ഉണ്ടായെന്ന് പറയുന്നത് ഒരു ആത്മീയതയിലേക്ക് കടക്കുന്നത് ഒരു ലെവലെത്തിക്കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആവാം ചില ആളുകൾക്ക്. അതിനർത്ഥം നിങ്ങളൊരു സന്യാസിയെ മാറുന്നു എന്നുള്ളതല്ല. സ്പിരിച്വൽ അവെയർനെസ് സാധാരണ ലൈഫ് ജീവിക്കുന്നവർക്കും ആവാം. അത് അവരൊരു സന്യാസത്തിലേക്ക് പോകുന്നു എന്നല്ല, അവരുടെ സ്വഭാവ രീതികളിൽ ഒരു മിതത്വവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവർ സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആവുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ സ്ലോലി നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് അത് സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് സാമ്പത്തികം, ജോലി, അതുപോലുള്ള കാര്യങ്ങളിൽ ഒരു എന്താ പറയുക, ഫുൾഫിൽമെൻറ്റ് തോന്നിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു തൃപ്തി നൽകുന്നുണ്ട്. നിങ്ങൾക്ക് പണ്ട് തൃപ്തി നൽകി, ഇപ്പോൾ ജോലിയിൽ പ്രൊമോഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ ഐഫോൺ വാങ്ങിച്ചു, അല്ലെങ്കിൽ വണ്ടി വാങ്ങിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഴയ പോലെ സന്തോഷം കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതൊരു സ്പിരിച്വൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, റിച്വൽസോ മെഡിറ്റേഷനോ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആത്മനിർവൃതി കൂടുതൽ ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, എനർജി ആണ്. അപ്പം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി നല്ലൊരു പൊസിഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി, സിംഗിൾ പാരൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്ക് കുട്ടികളെ നോക്കുന്ന, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവർ, ഹസ്ബൻഡോ വൈഫ് മരിച്ചു പോയിട്ടുള്ളവരൊക്കെ നല്ലൊരു വളരെ നല്ലൊരു സിംഗിൾ പാരൻ്റ് എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് മാത്രം പറഞ്ഞു എന്ന് മാത്രം. അല്ലാത്തവരിലും പോസിറ്റീവ് എനർജിയാണ് സാമ്പത്തിക കാര്യങ്ങളിലും. അപ്പോൾ അങ്ങനെയുള്ളവർ, പ്രത്യേകിച്ച് ഇതിനു മുമ്പ് ജോലിയൊന്നും ചെയ്തിട്ടില്ലാത്തവരൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭം ആരംഭിക്കുകയാണ്. കാരണം അവർക്ക് ജോലി ചെയ്ത് ശീലമില്ല. അവരായിട്ടിപ്പോൾ പുതിയതായിട്ട് സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങുന്നതോ അതിലേക്ക് ഇറങ്ങുന്നതോ എനർജി ആവാം. ഒന്നുകിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും ആ ഒരു ജോലി എന്നുള്ള രീതിയിൽ ഒതുങ്ങിക്കൂടാതെ ഈ പറയുന്ന ബിസിനസ്സിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ഇറങ്ങി ചെല്ലുന്നു. കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് പല കാര്യങ്ങളും തീരുമാനമെടുക്കാനും ഒക്കെ പഠിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കി തരുന്ന ഒരു മാസം തന്നെയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് അതിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികം നേടുമ്പോൾ തന്നെ നിങ്ങളത് എടുത്ത് ഒറ്റയ്ക്ക് സ്വരുക്കൂട്ടി വയ്ക്കാതെ മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹ്യൂമാനിറ്റേറിയൻ കോസിന് വേണ്ടിയിട്ട്, അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആ ഒരു ലഭിക്കുന്ന പണം ചിലവാക്കുന്നുണ്ട്. ഹാർഡ് വർക്ക് ഇഷ്ടപ്പെടുന്നു, നിങ്ങളതിന് ധനം സമ്പാദിക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും പണം, അതായത് ധനസഹായം മറ്റുള്ളവരിലേക്ക് ലഭിക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു സോളിറ്ററി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏകാന്തമായിട്ടുള്ളൊരു ഇതിലേക്ക് കൂടുതൽ അടുക്കുന്ന, നിങ്ങൾ ആത്മീയ കാര്യങ്ങളിലേക്കുള്ള നിങ്ങളുടെ താല്പര്യം കൂടുതൽ കൊണ്ടും കൂടിയാവാം. അപ്പോൾ 4 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾക്കിപ്പോൾ വളരെ സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സോഷ്യൽ സർക്കിൾസ്, പാർട്ടിങ്, അതുപോലുള്ള കാര്യങ്ങൾ ഒത്തിരി ആൾക്കാരുടെ ഇടയിൽ നടക്ക് പോയിട്ട് നിൽക്കുന്നു എന്ന് വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല. ഫൺ, പാർട്ടി, അതുപോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളിപ്പോൾ മാറി നിൽക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഒരു മാരേജ് ഫംഗ്ഷന് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ കുറച്ച് നേരം ഒരു മണിക്കൂർ അവിടെ നിന്നു, പോയി വന്നു എന്നുള്ള രീതിയിലേക്ക് നിൽക്കാം. പൊതുവേ നിങ്ങൾ രാവിലെ തുടങ്ങി അർദ്ധരാത്രി വരെ നിൽക്കുന്നതിൽ നിന്ന് മാറി നിങ്ങളൊരു കുറച്ച് സമയം, 1 മണിക്കൂർ മാക്സിമം 2 മണിക്കൂർ അതിൽ നിൽക്കുക. അതിൽ നിന്ന് അതിൻ്റെ ഭാഗമായി പാർട്ടായി നിന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോകണം. സൗഹൃദങ്ങൾ, ഇതുപോലുള്ള ആഡംബരങ്ങൾ, അങ്ങനെ ഇതിൽ നിന്നൊക്കെ താല്പര്യം കുറയുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്.
പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവരോ ഒറ്റയ്ക്കൊക്കെ സമയം കൂടുതൽ ചിലവഴിക്കുന്ന വീട്ടമ്മമാരോ ഒക്കെ ഉള്ളവർ ഇങ്ങനൊരു സാഹചര്യം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.